എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ടൗണിലേക്ക് പോവാണ്. മോളുടെ പല്ലൊന്ന് കാണിക്കാൻ പോവാണ്. രാത്രി ഭയങ്കര പല്ലുവേദനയായിരുന്നു. അപ്പോൾ പല്ല് കാണിക്കാമെന്ന് വിചാരിച്ച് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ പിള്ളേരുടെ പല്ല് കാണിക്കൽ, പിള്ളേരുടെ പല്ല് പറിക്കലൊക്കെ. എൻ്റെ പല്ലാണെങ്കിലും എനിക്ക് പേടിയാണ്, പിള്ളേരുടെ ആണെങ്കിലും എനിക്ക് അതിനേക്കാളും പേടിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വരെ അവരുടെ കൂടെ പോയിട്ടുണ്ടെന്നുള്ളത് ഡോക്ടറുടെ അടുത്തേക്കൊന്നും ഞാൻ കയറിയിട്ടില്ല. എനിക്ക് പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. അപ്പം ഇന്ന് ഏതായാലും എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. കാരണം സാധാരണ അവരെ കൊണ്ടുപോകുന്നത് ചേട്ടായിയും മമ്മിയോ ആരെങ്കിലുമൊക്കെയാണ്. ഇന്ന് അവർ രണ്ടുപേരും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ പോകണം, ഞാൻ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. വേറെ വഴിയില്ലല്ലോ. പിന്നെ ഇങ്ങനെയല്ലേ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ പല്ല് എന്താക്കണം എന്നറിയില്ല, നല്ല പെയിനുണ്ട്. അപ്പോൾ നല്ല എന്താ പറയുക, കേടായിപ്പോയ പല്ലാണെങ്കിൽ അവർ പറിക്കാൻ പറയുമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും എനിക്ക് നല്ല ടെൻഷനുണ്ട്. എൻ്റെ കൂടെ വരുന്ന വഴിക്കോളം സമ്മതിക്കുവാണെങ്കിൽ അവരുടെ മുടി മുറിക്കണമെന്ന് ആഗ്രഹമുണ്ട്. മുടി മുറിക്കാൻ സമ്മതിക്കില്ല. മുടി ഞാൻ നീട്ടുവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുവാണ്. കുഞ്ഞല്ലേ, അപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ നനച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മുടി നമുക്കൊന്ന് കട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഞാനും പപ്പയും മോനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക. ഏഞ്ചുട്ടി നമ്മളെവിടെ പോവാ? പല്ല് പറിക്കണോ? പല്ല് അടച്ചാ മതി. മുടി മുറിച്ചാലോ? മുറിക്കണം. നീയല്ലേ പറഞ്ഞ മുറിക്കാൻ സമ്മതിക്കൂലെന്ന്? സമ്മതിക്കും. നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് എത്തി. കാവടെ തുള്ളിയൊക്കെയാണ് നിൽക്കുന്നത്. ട്രാജഡി ആവുമെന്ന് അറിയാൻ പാടില്ല. ഒന്നും സംഭവിക്കില്ലായിരിക്കും എന്ന് വിചാരിക്കാം. അവരെക്കാളും പേടി എനിക്കായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒന്നും സംഭവിച്ചില്ല. പല്ലിലൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം നല്ല കേട് വന്നു. അപ്പോൾ വേദനയ്ക്കുള്ള മരുന്ന് മാത്രമൊക്കെ തന്നു വിട്ടു കേട്ടോ. കാരണം കുഞ്ഞായതുകൊണ്ട് പറിക്കാനും പറ്റത്തില്ല, അടയ്ക്കാനും പറ്റത്തില്ല. അപ്പം ആ ഒരു ആശ്വാസത്തിൽ നമ്മളിങ്ങ് പോന്നു. പിന്നെ ഞങ്ങൾ അടുത്തായിട്ട് പോയത് അവരുടെ മുടി മുറിക്കാനായിരുന്നു കേട്ടോ. മുടി മുറിക്കാൻ ചെന്നപ്പോൾ അവിടെ കുറച്ച് തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതോടൊപ്പം നല്ല മഴയും, നല്ല പെരുമഴയായിരുന്നു. അവരും മഴയൊക്കെ നോക്കി ആസ്വദിച്ച് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അവൾ മുടി മുറിക്കാൻ ഇരിക്കുമോ ഇല്ലയെന്നുള്ള കാര്യത്തിൽ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം മുടി മുറിക്കാനൊക്കെ പറഞ്ഞെങ്കിലും പുള്ളിക്കാരി ഫുഡ് കഴിക്കാൻ തന്നെ മുടി വളരാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ വന്നപ്പം ഞാൻ വിചാരിച്ചു ഇനി കരയുമായിരിക്കുമെന്ന്. പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, കരഞ്ഞൊന്നുമില്ല. പിന്നെ മുടിയൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് വീഴുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ മുറിച്ച് നല്ല സുന്ദരി കുട്ടിയായി. പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.